വാൺ ചെയ്യാനും മിണ്ടരുതെന്ന് പറയാനും തന്റെ പ്രിൻസിപ്പൾ ആരാടോ? രാജാവോ അതോ മന്ത്രിയോ? ഗൗരിമോളോട് ഞാൻ എന്റെ ഇഷ്ടം പോലെ മിണ്ടുകയും അവക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കുകയും ചെയ്യും. അതെന്റെ അവകാശം, എന്റെ ഇഷ്ടമാ. കുടകിലേക്കോ മൈസൂരിലേക്കോ മറ്റോ പോകണമെന്ന് പറഞ്ഞ എനിക്ക് ഓർമ്മയുണ്ട്. പിന്നീട് ഞാനും അമ്മാവനെ കാണുന്നത് കാഞ്ചന പറഞ്ഞ പോലെ അഴുകിയ എല്ലും കഷ്ണങ്ങളായിട്ടാ. അമ്മാവൻ പോയതോടെ എന്റെ ഒരു വശം തളർന്നു പോയതുപോലായി. അമ്മായി കരയാതെ. ഇനിയിപ്പോ കരഞ്ഞിട്ട് എന്താ കാര്യം? പോവേണ്ട ആള് പോയില്ലേ. എനിക്കങ്ങനെ മറക്കാൻ പറ്റുമോ മോനെ? എന്റെ കുഞ്ഞിന്റെ അച്ഛനല്ലേ. മതി അമ്മേ. അമ്മ എത്ര കരഞ്ഞാലും മരിച്ചുപോയ അച്ഛൻ ഇനി തിരിച്ചു വരാൻ പോകുന്നില്ല. ആരെയും കരഞ്ഞു കണ്ണീർ കാണിച്ചിട്ട് ഒരു ഫലവും ഇല്ല. അങ്ങനെ പറയാൻ പറ്റില്ല. ഈ സുഗതം മേനോൻ ചിലപ്പോ നിങ്ങളറിയാതെ നിങ്ങളെ സഹായിക്കാൻ നിൽക്കുന്ന ആളാണെങ്കിലോ? അതൊന്നും ഞങ്ങൾക്കറിയില്ല. ഇതുവരെ ഞങ്ങളുടെ മുന്നിൽ വരാത്ത ഒരാളെ കുറിച്ച് ഞങ്ങൾ എന്തു പറയാനാ? അച്ഛന്റെ കേസുമായി മുന്നോട്ട് പോകാൻ ഞങ്ങൾക്ക് ഒരാഗ്രഹമില്ല. ഞങ്ങൾക്കൊന്നും മറച്ചു വെക്കാനില്ല മോനെ. എന്റെ മോളുടെ ജീവിതം ഒരു തുറന്ന പുസ്തകമാണ്. വാ മോളെ. ഇത് ഒരു നടക്കൊന്നും പോകുന്ന എനിക്ക് തോന്നുന്നില്ല ഏട്ടത്തി. നിങ്ങൾ കളിച്ചോ, ഞാൻ പോവാ. മോളെ മോളെ ഗൗരി മോളെ മോളെ നിക്കേ. മോളെ മോളെ നിക്ക് മോളെ. മോള് അങ്കിളിനോട് പിണക്കാണോ? എന്താ മോളൊന്നും മിണ്ടാത്തെ? അങ്കിൾ ഒരു പാവമല്ലേ. മോൾ എന്നോട് മിണ്ടിയില്ലെങ്കിൽ അങ്കിളിന് അത് വലിയ സങ്കടമാവും. അങ്കിളിനോട് മിണ്ടിയതിന് ആരെങ്കിലും മോളെ വഴക്കു പറഞ്ഞോ? ആരെ വഴക്കു പറഞ്ഞേ? അമ്മയാണോ അതോ അച്ഛനോ? അന്ന് ഞാൻ അങ്കിളിനോട് വീട്ടിൽ വന്നില്ലേ, അന്ന് വീട്ടിൽ ചെന്നപ്പോ അച്ഛൻ എന്നെ വഴക്ക് പറഞ്ഞു. സച്ചയങ്ങളും അച്ഛനും കൂടെ എന്തിനാ പിണങ്ങിയത്? അതുകൊണ്ടല്ലേ എന്നെ അച്ഛൻ വഴക്ക് പറഞ്ഞത്? അങ്കിളിന് അങ്ങനെ ആരോടും ഒരു പിണക്കവും ഇല്ല. ആരൊക്കെ പിണങ്ങിയാലും എന്റെ മോൾ എന്നോട് പിണങ്ങരുത്. അത് എനിക്ക് സഹിക്കില്ല. എന്റെ അച്ഛൻ പാവ. അങ്കിൾ അച്ഛനെ സങ്കടപ്പെടുത്തിയോണ്ടല്ലേ അച്ഛൻ എന്റെ അടുത്ത് ദേഷ്യപ്പെട്ടത്? ഇല്ല മോളെ, അങ്കിൾ ആരെ സങ്കടപ്പെടുത്തിയിട്ടില്ല. എല്ലാരും ചേർന്ന് അച്ഛനെ സങ്കടപ്പെടുത്തിയത്. അല്ല, അങ്കിളിനെ സങ്കടപ്പെടുത്തിയത്. അങ്കിളും അച്ഛനും തമ്മിലുള്ള പിണക്കം മാറിയാലേ ഞാൻ ഇനി അങ്കിളിനോട് കൂട്ടുകൊടുത്തുള്ളൂ. ഇത് ഞാൻ മോക്ക് വേണ്ടി വാങ്ങിയതാ. വേണ്ട, അങ്കിളിന്റെ കയ്യിൽ നിന്ന് മിഠായി വാങ്ങിയെന്ന് പറഞ്ഞാ അച്ഛൻ എന്നെ വഴക്കു പറയും. ഞാൻ പോവാ. മോളെ മോളെ ഗൗരി മോളെ ഗൗരി മോളെ. സാറേ, സാറെന്തിനാ കൊച്ചിന്റെ പിന്നാലെ ഇങ്ങനെ നടക്കുന്നത്? അല്ല, അത് പിന്നെ ഗൗരിമോള് എന്റെ മോളുടെ കൂട്ടുകാരിയല്ലേ. കാര്യമൊക്കെ ശരിയാ. പക്ഷേ സാർ ഗൗരിമോളെ കാണുന്നത് ആ കുട്ടിയുടെ പാരൻസിന് ഇഷ്ടമല്ല. സാറിനോട് മിണ്ടരുതെന്ന് പ്രിൻസിപ്പാൾ ആ കുട്ടിയോട് വാൺ ചെയ്തിട്ടുണ്ടോ? വെറുതെ അതിനെ സങ്കടപ്പെടുത്തല്ലേ സാറേ? വാൺ ചെയ്യാനും മിണ്ടരുതെന്ന് പറയാനും തന്റെ പ്രിൻസിപ്പൾ ആരാടോ? രാജാവോ അതോ മന്ത്രിയോ? ഗൗരിമോളോട് ഞാൻ എന്റെ ഇഷ്ടം പോലെ മിണ്ടുകയും അവക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കുകയും ചെയ്യും. അതെന്റെ അവകാശം, എന്റെ ഇഷ്ടമാ. ഇടയിൽ കയറി ഉണ്ടാക്കാൻ വന്നാലുണ്ടല്ലോ
തന്റെ പ്രിൻസിപ്പൾ വിവരം അറിയും. സാർ എന്തിനാ എന്നോട് ചൂടാവുന്നത്? ഇതൊക്കെ എന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം? താൻ പോയി തന്റെ പ്രിൻസിപ്പളിനോട് പറഞ്ഞേക്ക്. ഇനി ഞാൻ ഗൗരിമോളോട് സംസാരിക്കുന്നതിന്റെ പേരില് അവളെ എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ, പ്രിൻസിപ്പളിനെ വെച്ചേക്കില്ല ഞാൻ. അമ്മ പേടിച്ചേ, പേടിച്ചേ, അമ്മ പേടിച്ചേ. എന്താ മോളെ കാണിച്ചേ? അമ്മ പേടിച്ചേ. ഭയങ്കരി, ഇയാള് കൊള്ളാലോ. എന്താ എന്തു പറ്റി? എടോ, എന്താ അലറി വിളിച്ചേ? ഒന്നുമില്ല അച്ഛാ, ഈ അമ്മ വെറുതെ സ്വപ്നം കണ്ട് പേടിച്ച് നിലവിളിച്ചതാ. ഈ അമ്മയ്ക്ക് ഒരു ധൈര്യം ഇല്ല. പിന്നെ ആര് പറഞ്ഞു ധൈര്യം ഇല്ലെന്ന്? ധൈര്യം ഉണ്ടായിരുന്നെങ്കില് അമ്മ ഇങ്ങനെ പേടിച്ച് നിലവിളിക്കുമായിരുന്നോ? വെറുതെ അച്ഛാ, ഈ അമ്മ വെറും പാവാ. ഇനി മോൾ എന്തെങ്കിലും കുസൃതി കാണിച്ചിട്ടാണോ അമ്മ പേടിച്ചത്? ഏയ്, ഞാനൊരു കുസൃതിയും കാണിച്ചില്ല. അമ്മ നിലവിളിക്കുന്നത് കേട്ടിട്ടാ ഞാൻ ഓടി വന്നത്, അല്ലേ അമ്മേ? അതെ അതെ, മോള് വന്നപ്പോഴാ അമ്മയ്ക്കൊരു ധൈര്യം വന്നെ, അല്ലേ മോളെ? കള്ളി. ദേ മോളെ, കളിക്കല്ലേട്ടോ. ശ്വാസം കിട്ടുന്നില്ല. അച്ഛനോടും അമ്മയോടും ഇങ്ങനെ തമാശ കളിക്കില്ലേ? മോളെ മോളെ മോളെ, ശ്വാസം. ഗൗരി, അമ്മ എന്താ എന്താ പറ്റേ? മോളെ എന്താ എന്താ മോളെ പറ്റേ? മോളെ 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 എന്താ മോളെ എന്താ? അയ്യോ